നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണനയിലയാണ്. ഇത് നല്ല ഒരു മീനാണിത്. ഇതിന് പ്രത്യേക ഒരു രുചിയും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഇത് നല്ലതാണ്. മുള്ളൊന്നും വലുതായിട്ടില്ല, മുള്ളൊന്നും ഇല്ലെന്ന് പറയാം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഒരു രുചിയും ഒക്കെ ഉള്ളൊരു മീനാണിത്. നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കണ്ണനയില പ്രത്യേക രീതി തയ്യാറാക്കുന്നതാണ്. നമുക്ക് മീനൊക്കെ എല്ലാവർക്കും അറിയാം കറി വെക്കാൻ. ഈ നമുക്ക് പല രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്നൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത് ഞാൻ 1/2 കിലോ കൂടുതലുണ്ട് ഈ കണ്ണനയില. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ അല്ലെങ്കിൽ കുറച്ച് ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനത്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകുണ്ട്, 2 കരിയാപ്പിലയുണ്ട്. നമുക്കിനി ഒരു ചട്ടി എടുക്കാം. ഞാൻ ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് കത്തിക്കാം. നമുക്കൊന്ന് ചട്ടി ചൂടാവണം. ഒന്ന് ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാവണം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. 2-2.5 സ്പൂൺ എണ്ണയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1/2 കിലോ മീനെ ഉള്ളതുകൊണ്ടാണ് അത്രയും ഞാൻ എടുത്തത്. ഇത്രയും അല്പം നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇടാം. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ്. ഞാൻ ചെറിയ രീതിയിലാണ് അരിഞ്ഞത് വെളുത്തുള്ളി. ഇനി അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ഇടുവാണ്. കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചി. പിന്നെ അതിനകത്തോട്ട് ഞാനിനി ഈ കൊച്ചുള്ളി അരിഞ്ഞതിടുവാണ്. നേരത്തെ ഞാൻ ചെറുതൊക്കെ ചതച്ച് ഉപയോഗിക്കുവാണ്. ഇതിനെ കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമുക്ക് 2 പച്ചമുളക് ഇടാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ഇതിൻ്റെ പച്ച വേക്കെ ഒന്ന് മാറി ഒന്ന് വാടിയിട്ട് വേണം നമുക്ക് തക്കാളി ഇടാൻ. നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കണം. ഇപ്പം മീനൊക്കെ നല്ല വിലയുള്ള സമയമാണ്. മീനൊക്കെ കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ സമയത്തൊക്കെ. ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട് നമുക്ക് ഈ തക്കാളി കൂടെ അങ്ങിടാം. അതിനകത്തോട് നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. തോനെയും വേണ്ട, ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി മതി. നമുക്ക് അതിനകത്തൊരു അല്പം ഉപ്പ് കൂടെ അങ്ങ് ഇട്ടേക്കാം. അപ്പം അത് നന്നായിട്ട് വാടുകയും ചെയ്യും, അതിനകത്ത് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ബാക്കി നമുക്ക് പിന്നിടാം. അങ്ങനെ നമുക്ക് കുറച്ച് 2 കരിയാപ്പിലയും ഇട്ടേക്കാം. നന്നായിട്ടൊന്ന് വാടി ഒന്ന് വെന്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളറാവണം. തക്കാളിയും എല്ലാം ഒന്ന് വാടി നല്ലൊരു ചെറിയൊരു ബ്രൗൺ കളറാവണം. വാടുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് നന്നായിട്ടൊന്ന് വേവണം. ഇതെല്ലാം കൂടെ കിടന്ന് മിക്സായിട്ട് കിടന്ന് വേവണം. എണ്ണയ്ക്കകത്ത് വഴണ്ടി വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കാണും. ചിലരൊക്കെ ഈ തക്കാളിയൊക്കെ മിക്സിയിൽ അരച്ച് ചേർക്കും.
നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി അരച്ച് ചേർക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് 2 സ്പൂൺ മുളക് പൊടി എടുക്കാം. നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്, കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് എരിവ് കുറച്ച് മതി. 2 സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനകത്തൊരു കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ്. അത് അത്ര ഞാൻ പൊടിച്ചല്ല, ഒരുമാതിരി ചതച്ചെടുത്തതാണ് ഞാൻ. നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടയാണ്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട. ഇനി നമുക്ക് ഒരുപാട് കായം വേണ്ട, അല്പം കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. നമുക്കിതിങ്ങോട്ട് ഇടാം. ഞാനിപ്പോൾ നമുക്കിങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇതിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് എണ്ണയൊക്കെ ഒന്ന് നോക്കണം. ഫ്ലെയിം കുറച്ചിട്ടേക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും, മല്ലിപ്പൊടിയൊക്കെ. നമുക്ക് ഞാൻ വടക്കമ്പുളി 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഒരു ശകലം ഇട്ടാൽ നല്ല പുളി കാണും. ചില പുളിക്കൊന്നും ഈ നല്ല പുളി കാണത്തില്ല, എത്ര ഇട്ടാലും ചില പുളി വരത്തില്ല. ഇത് ഞാൻ ഇത് ഒരു കഷ്ണം തന്നെ കീറി ഇട്ടേക്കുന്നതാണ്. കഷ്ണം അത് ഇങ്ങോട്ട് ഒഴിക്കുവാണ്. കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നതാണത്. അത് ചൂടുവെള്ളം കൂടിയാണത്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. നമുക്ക് ഞാൻ അല്പം ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഇത് വെള്ളം തിളച്ച വെള്ളമാണ്, ഒരുപാട് ഗ്രേവി നമുക്ക് വേണ്ട. ഇനി നമുക്ക് ഉപ്പിടാം. അല്പം ഉപ്പിട്ടേക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് നമുക്ക് മീൻ പറക്കിയിടാം. തിളച്ച് നോക്കാം. വേണ്ട, അല്പം നന്നായിട്ട് ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. വേണ്ട, നമുക്കിനി ഇതിനകത്തോട്ട് മീൻ അങ്ങോട്ട് പറക്കിയിടാം. തിളച്ചിട്ടുണ്ട്. നമ്മൾ മീൻ പറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് തിളച്ച് പറ്റി വരാൻ ഒരു 30 മിനിറ്റെങ്കിലും വേണം നമുക്ക് മീൻ വേവാൻ. 20-25 മിനിറ്റെങ്കിലും വേണം. നമ്മളത് തിളച്ച് ഒന്ന് ഫ്ലെയിം അത് സിമ്മിലിട്ട് വേണം നമ്മളിത് എടുക്കുന്നത്. മീൻ അങ്ങനെയാണ് നമ്മൾ വേവിച്ച് അത് പറ്റിച്ചെടുക്കുന്നത്. അതിൻ്റെ അതൊക്കെ ചെറിയ ഫ്ലെയിം കിടന്ന് തന്നെ ഇത് വെന്ത് പറ്റി വരണം, എന്നെങ്കിൽ മീൻ അതിൻ്റെ രുചി ഇറങ്ങത്തുള്ളൂ. ഇതൊരു 20 മിനിറ്റെങ്കിലും എടുക്കും. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മൾ മീൻ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. മീൻ നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട്. ഞാൻ ആക്കി തവിയിട്ട് ഇളക്കരുത്, ഇളക്കി അത് പൊടിഞ്ഞു പോകും. നമുക്കതിൽ ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കാം. നല്ലതായിട്ട് ഉപ്പും പുളിയൊക്കെ എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് ഇതിന്. വേണ്ട, എണ്ണയെല്ലാം തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി പ്രത്യേകം ഇച്ചിരി ഇവിടെ ഗ്രേവി വേണോണ്ട് ഈ വീട്ടിൽ ഇവിടെ ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ട് കുറുക്കി എടുത്തിട്ടില്ല. ശകലം ഗ്രേവി വേണ്ടുന്നതായതുകൊണ്ട് നല്ല അതിനൊരു പ്രത്യേക, ഇത് മീൻ വരുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. കരിയാപ്പിലയുടെയും എണ്ണയുടെയും മീനിൻ്റെയൊക്കെ ഒരു പ്രത്യേക മണമാണ്. വടക്കംപുള്ളിയുടെയൊക്കെ പ്രത്യേക ഒരു മണമാണ്. ഇത് ചോറ് കഴിക്കണം തോന്നുന്നുണ്ട്. ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും നല്ല ഇതായിട്ടുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. ഇതിലെല്ലാം നിങ്ങൾ വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻസ് അയക്കണം.
സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുടെ അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.